പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായ സങ്കൽപ് പത്ര പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കൊൽക്കത്തയിൽ വെള്ളിയാഴ്ച നടന്ന പാർട്ടി റാലിയിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ചാൽ സ്ത്രീകൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3000 രൂപ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നൽകുമെന്നും സ്ത്രീകൾക്ക് ജോലിയിൽ 33% സംവരണം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള ബി.ജെ.പിയുടെ സങ്കൽപ് പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രിക അമിത് ഷാ പുറത്തിറക്കി. ബംഗാളിലെ എല്ലാ വിഭാഗങ്ങളെയും നിരാശയിൽ നിന്ന് കരകയറ്റുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് ഈ പ്രകടന പത്രിക. ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്ന കർഷകർക്ക് ഇതൊരു പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പോലെ വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ദർശനം അവതരിപ്പിക്കുകയും ചെയ്യും. തന്റെ പ്രസംഗത്തിനിടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ടി.എം.സി സർക്കാരിനെയും ഷാ വിമർശിച്ചു. അവരുടെ 15 വർഷത്തെ ഭരണം പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണെന്ന് അമിത് ഷാ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്കായി 7ാം ശമ്പള കമ്മീഷൻ അധികാരത്തിലേറി 45 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്നും പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്ത ഉറപ്പാക്കുമെന്നും ഷാ പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.